നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവര് അത് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ചന്ദ്രപതി ഏതാ കഥാപാത്രം മാറിയിട്ടുണ്ട്. ഇപ്പൊ വേറെ ആളാണ് അഭിനയിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നു മുതലാട്ടോ അങ്ങനെ പുതിയ കഥാപാത്രമായിട്ടായിരിക്കും ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഭാമ ചന്ദ്രമതിയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് കയറി ചന്ദ്രമതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ചന്ദ്രമതി ഒട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഭാമ പറഞ്ഞു, ശരി, നിനക്ക് ഇറങ്ങി വരാൻ താല്പര്യമില്ല, വേണ്ട, അപ്പൊ മുറിക്ക് പുറത്ത് എല്ലാരും ഉണ്ട്, നീ വരണ്ട ചന്ദ്ര എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാന്നും പറഞ്ഞുകൊണ്ട് ഭാമ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കഥ തുറന്നു. ഈ സമയത്ത് കഥ കടയ്ക്കാനായിട്ട് ചന്ദ്രമതി വന്നു. ചന്ദ്രയുടെ കയ്യെ പിടിച്ചു വലിച്ച് ഭാമ പുറത്തേക്ക് കൊണ്ടുവന്നു. ചന്ദ്രമതിക്ക് ആകെപ്പാടെ നാണക്കേടായി പോയി. ചന്ദ്രമതി വല്ലാത്തൊരവസ്ഥയിലായി. അങ്ങനെ പുറത്തു വന്ന് ചന്ദ്രമതി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോഴത്തേനും ഭാമ രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ട, നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഈ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ പിണങ്ങിയിരുന്ന നാണക്കേടല്ലേ? ഇത്ര വലിയ മുതിർന്ന കുട്ടികളൊക്കെ ഉള്ളല്ലേ? കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പിള്ളേരൊക്കെ അല്ലേ ഉള്ളത്. അപ്പൊ നിങ്ങൾ വെറുതെ ഈ കുഞ്ഞു കുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പിടക്കുമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവണേ? അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റ എഴുത്തിനാ. ഇവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇവന് പണ്ടേ തൊട്ടൊരു സ്വഭാവമുണ്ട്, അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിപ്പോകുന്ന സ്വഭാവം. ഈ തവണ അവനാ പതിവ് മുടക്കിയില്ല. എന്റെ ഭാര്യയുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടേ വിറ്റു. എല്ലാത്തിനും കാരണം ഇവന് ഒറ്റ എഴുത്തിനാ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, സച്ചി, ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്തിനാ അതൊക്കെ പറയണേ? കഴിഞ്ഞു പോയ കാര്യമല്ലേ? രേവതി പറഞ്ഞു, ആര് പറഞ്ഞു ശ്രുതി കഴിഞ്ഞു പോയതാന്ന്? അതിന്റെ പേരില ഇപ്പം പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. അല്ല, അമ്മയ്ക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു, അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറയായിരുന്നു സ്വർണം അടിച്ചു മാറ്റി ശ്രുതിയാന്നുള്ള കാര്യം? അല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് വന്ന് പറയുമായിരുന്നെങ്കിൽ ഞാനൊരു വിഷമവും കൂടെ സ്വർണം എടുത്ത് തരുമായിരുന്നല്ലോ. വിൽക്കോ പണയം വെക്കോ എന്ത് വെള്ളം ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ? അത് കേട്ടതും ശ്രുതി ഒന്നും മിണ്ടിയില്ല. ആ സമയം ഭാമ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യ് ചന്ദ്രേ, നീ രവിയേട്ടനോട് മാപ്പ് പറ. ചെയ്ത തെറ്റിന് നീ മാപ്പ് പറഞ്ഞാൽ മതി. രവിയേട്ടൻ അത് അംഗീകരിക്കും. അതോടുകൂടി പ്രശ്നം കഴിഞ്ഞെന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിട്ട്, ഞാൻ മാപ്പ് പറയാനോ? പിന്നല്ലാതെ, മാപ്പ് പറയാതിരിക്കാൻ പറ്റില്ല, മാപ്പ് പറയണമെന്ന് പറയണ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി എന്നോട് മാപ്പ് പറയാനായിട്ട്. ചന്ദ്രമതി എന്നോട് മാപ്പ് പറയണ്ട. എന്നോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല ബാമേ. തെറ്റ് ചെയ്ത് രേവതിയോട് സച്ചിയോടുവാ. രേവതിയോട് മാപ്പ് പറയട്ടെ. അത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇവള് രേവതിയോടാ മാപ്പ് പറയട്ടെ, എന്നോട് എന്തിനാ മാപ്പ് പറയണേ? എന്റെ അമ്മയെ, അതുപോലെ തന്നെ രേവതിയുടെ വീട്ടുകാരെ എല്ലാം കുറ്റപ്പെടുത്തി സംസാരിച്ച അവള്. രേവതിയുടെ വീട്ടുകാര് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് വരെ പറഞ്ഞു. അത് മാത്രമല്ല, അവളുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടേ വിൽക്കുകയും ചെയ്തു. അവളുടെ സ്വന്തം മോന് അത് വിൽക്കാനായിട്ട് കൂട്ടു നിൽക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അവള് രേവതിയോട് വേണം മാപ്പ് പറയാനായിട്ട്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് പറയട്ടെ. ചെയ്തു പോയ തെറ്റിനെല്ലാം കൂടെ കൂട്ടിയിട്ട് അവള് രേവതിയോട് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അതാ ഭാമാന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാല് അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ പറയട്ടെ. അമ്മയല്ലേ സ്വർണം എടുത്ത് കൊടുത്തേ. അപ്പൊ പിന്നെ സുധിയും കൂടെ വേണം മാപ്പ് പറയട്ടെ എന്ന് പറയണം. അപ്പോഴേക്ക് സുധി വന്നിട്ട് പറഞ്ഞു, എടാ, അമ്മ മാപ്പ് പറയാനോ? അമ്മ അങ്ങനെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്തിനാ രേവതിയോട് മാപ്പ് പറയണേ? ഓ ആണോ? അന്നൊരു കാര്യം ചെയ്യ, നീ അങ്ങോട്ട് മാപ്പ് പറ. അതോടെ പ്രശ്നം തീരുമല്ലോ. നീ പറയടാ, നീയല്ലേ എടുത്തോണ്ട് പോയ വിറ്റത്. വിൽക്കാൻ നേരത്തെ നിനക്ക് ഭയങ്കര ചൂടായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? അത് കേട്ടപ്പം സുധി പറഞ്ഞു, ഞാൻ മാപ്പൊന്നും പറയത്തില്ല. ഇവളുടെ മുന്നിൽ ഞാൻ മാപ്പ് പറയാനോ? ഓഹോ, അപ്പൊ നിനക്ക് മാപ്പ് പറയാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങളാരും മാപ്പ് പറയണ്ട, അവള് പറയട്ടെ, അവള് മാപ്പ് പറയട്ടെ. അവള് മാപ്പ് പറയാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആകത്തില്ലെന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് ഇത്തിരി താണു കൊടുത്താൽ മതി. ചന്ദ്രമതി ഒരുക്കുമായിരുന്നില്ല. ഭാമ പറഞ്ഞു, ചന്ദ്രേ, ഭാമേ, നീ മിണ്ടരുത്. നീ ഒരു അക്ഷരം പോലും മിണ്ടരുത്. ഞാൻ അവളുടെ മുന്നിൽ താണക്കേടും മാപ്പ് പറയണല്ലേ? ഈ ചന്ദ്രമതി അവളുടെ മുന്നിൽ താഴണം. ഒരിക്കലുമില്ല. ചന്ദ്രമതിയുടെ തല വെട്ടി താഴെ ഇട്ടെന്ന് പറഞ്ഞാലും അവളുടെ മുന്നിൽ ഞാൻ മാപ്പ് പറയില്ല. അവളെ പോലെയുള്ള ദരിദ്രവാസി പെണ്ണിന് മുന്നിൽ ഞാൻ മാപ്പ് പറയാനോ? അങ്ങനെ തരം താഴാനായിട്ട് ചന്ദ്രമതി ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ചന്ദ്രമതിയാ. അറിയത്തില്ലെങ്കിൽ അറിയാത്തവരൊക്കെ മനസ്സിലായിക്കോ. അതും പറഞ്ഞ് ചന്ദ്രമതി കട്ടക്കലിപ്പ് നിൽക്കുകയാണ്. ഈ സമയത്ത് രേവതിക്ക് സജിക്കും എല്ലാവർക്കും മനസ്സിലായി, ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇവിടെയും കൊണ്ടും തീരാനും പോകുന്നില്ല. അച്ഛനും അമ്മയും വിട്ടുകൊടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, ചന്ദ്രൻ നീ ഇങ്ങനെ വാശി പിടിക്കില്ലേ? വാശിയാ, ഇതെന്റെ വാശിയാന്ന് തന്നെ കൂട്ടിക്കോ. അങ്ങനെ ഇത്തിരി പോകുന്ന ഇവളുടെ മുന്നിൽ ഞാൻ
തല കുനിക്കാനോ? അതിന് വേറെ ആളെ നോക്കണം ബാമേ എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു. ചന്ദ്രമതിയുടെ ദേഷ്യവും ഒട്ടും ഭാവമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ രേവതി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ വേണ്ടച്ച, അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കൊന്നും വേണ്ട. അമ്മയല്ലല്ലോ സുതിയല്ലേ അത് കൊണ്ടേ വിറ്റേന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, മതിയുടെ നിന്റെ അഭിനയം നിർത്ത്. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നീ എല്ലാത്തിനും കാരണക്കാരി. നീ ഈ കുടുംബത്തിലേക്ക് എന്ന് വന്ന് കയറിയോ അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ട് നിന്റെ അഭിനയം നിർത്തിക്ക അവിടുന്ന്. രവിയേട്ടനെ ഓരോന്നൊക്കെ പറഞ്ഞു മയക്കെടുത്തിട്ട് നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ട് വീണ്ടും രേവതി ചീത്ത പറയണം. ചീത്ത കേട്ട് രേവതി ഒന്നും മിണ്ടാതിരുന്നു. അപ്പോഴേക്കും രവീന്ദ്രന് വീണ്ടും ദേഷ്യമായി. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അമ്മേ രേവതി പറഞ്ഞ അവളുടെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമോ? അവളെന്താ പറഞ്ഞത്? അമ്മ മാപ്പ് പറയേണ്ടെന്നല്ലേ? അതിന് അമ്മ ഇത്രമാത്രം കിടന്ന് ചാടിക്കടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എടാ കുറച്ചൊക്കെ മനസാക്ഷി വേണോടാ. മനസാക്ഷി നീ ഒരക്ഷരം മിണ്ടി പോയേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, കൂടുതൽ നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായടാ സച്ചി. നീ നിന്റെ ഭാര്യയും ചേർന്നിട്ട് ഉള്ള കളികളല്ലേ. ഞാൻ ഇവളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയണം. അതിനു വേണ്ടിയിട്ട് നിന്റെയൊക്കെ അടവും അഭ്യാസം കൊള്ളാം. അത് ഈ ജന്മത്തിൽ നടക്കില്ലടാ. നീയൊക്കെ എത്ര കടന്ന് ചാടിയെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ്. രവീന്ദ്രന് ദേഷ്യം വന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, എന്താണെങ്കിലും ഇവൾ എന്നോട് മാപ്പ് പറയണ്ട, രേവതിയോട് മാപ്പ് പറയുക തന്നെ ചെയ്യണം. അത് മാത്രമല്ല, രേവതിയെ വേദനിപ്പിച്ചതിന് ചേർത്ത് വേണം മാപ്പ് പറയാനായിട്ട്. ഇവളോട് എനിക്ക് മിണ്ടാൻ പോലും ഇഷ്ടമില്ല. ഇവള് മാപ്പ് പറയുവാണെങ്കിൽ ഇവളോട് ഞാൻ ക്ഷമിക്കും, അല്ലാതെ ഒരു കാരണവശാലും ഇവളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഒന്നുകൂടെ ദേഷ്യമായി. ചന്ദ്രമതി നേരെ ഭാമയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് ഇത്തിരിയെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ രേവതിയുടെ കാലിൽ വീണ് ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല. രേവതിയോട് ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല. അതിന് ചന്ദ്ര വേറെ ഒന്നും കൂടെ ജനിക്കണോന്ന് പറയണം. ഒരു നിമിഷം എല്ലാവരും കൂടെ ഇങ്ങനെ ഞെട്ടിപ്പറിച്ച് നിൽക്കുകയാണ്. ചന്ദ്രമതി ആരാന്നാ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഭാമേ, ഞാൻ ആരുടെയും കാലിൽ വീണ് മാപ്പ് പറയാൻ പോകുന്നില്ല. അതിനി ആരും മെനക്കെട്ടിരിക്കുകയും വേണ്ട. പിന്നീട് എന്ത് ചെയ്യാണ്, കൈ കിടന്ന വളയെല്ലാം കൂടെ ഊരി രേവതിയുടെ ദേഹത്തേക്ക് ഒറ്റ ഏറായിരുന്നു. രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. രേവതിയുടെ ദേഹത്ത് വീണിട്ട് ആ വളയെല്ലാം കൂടെ താഴെ ചാടി ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും ഞെട്ടിപ്പയച്ച് നിൽക്കുക. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ സമയം സച്ചിക്ക് നല്ല ദേഷ്യമായി. സച്ചി പറഞ്ഞു, അമ്മേ ഇത്ര സമയം മര്യാദയുടെ ഭാഷയല്ലേ പറഞ്ഞേ. ഈ ഒരു കാര്യം വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ, ഞാനിപ്പം എന്താടാ നീ എന്ത് ചെയ്യൂടാ? തല വെട്ടിയെടുക്കോ? എന്നാ വെട്ടിയെടുക്കടാ തല. തന്റെ തല വെട്ടിയെന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയുടെ കാലി വീണ് ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല. അതിന് ചന്ദ്രമതി വീണ്ടും ഒന്നുകൂടെ ജനിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേനും രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. കാരണം രേവതിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും രേവതിയോട് ചന്ദ്ര പറഞ്ഞു, എടുത്തോണ്ട് പോടി, നിന്റെ പിച്ച കാശ് ഇതെന്റെ വള കിടക്കുന്നു, കൊണ്ടുപോയി വിറ്റ് തിന്നടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രേവതിയോട് കിടന്ന് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. രവീന്ദ്രൻ ഭാമയോട് പറഞ്ഞു, അതെ എന്റെ മക്കൾ ഇവിടെ നിൽക്കുന്നു, ഞാൻ വളർത്തി വലുതാക്കിയ മക്കള്. അവരുടെ മുന്നിൽ വെച്ച് ഇവളുടെ കർണത്തടിക്കാൻ മടിയായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇവളുടെ കർണം അടിച്ച് ഇപ്പൊ ഞാൻ പൊട്ടിച്ചാനും. പിന്നെ ഒരു കാര്യം കൂടെ കൂടിയിട്ട്, ഇപ്പൊ ഇവളീ ചെയ്ത പ്രവൃത്തിക്കൂടെ കൂടിയിട്ട് ഇവള് മാപ്പ് പറയണ രേവതിയോട്, അല്ലാതെ ഇവളോട് ഞാൻ മിണ്ടാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഭാമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ജന്മത്തില് ചന്ദ്രമതി മാപ്പ് പറയാൻ പോകുന്നില്ല. അത് ഇവളോട്, ഈ പൂ കെട്ടുന്നവളോട് ഞാൻ മാപ്പ് പറയാനായിട്ട്. എനിക്കിനും വേറൊരു ജന്മം ഉണ്ടേ പോലും ഞാൻ ഇവളോട് മാപ്പ് പറയില്ല. അതിന് വേണ്ടിയിട്ട് ആരും കാത്തു നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. രേവതിയുടെ മുന്നിൽ താഴാനായിട്ട് ചന്ദ്രമതി ഒരുക്കുമായിരുന്നില്ല. പിന്നീട് ഭാമ മുറിയിലേക്ക് കയറി ചെന്നു. ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ചന്ദ്രൻ, നീ എന്തു പരിപാടിയെ കാണിച്ചേ? പാവ കൊച്ച്, നിനക്കൊന്നും ക്ഷമ ചോദിച്ചാൽ എന്തായിരുന്നു പ്രശ്നം? നിന്റെ ഭാഗത്തല്ലേ തെറ്റ്, നീ അല്ലേ തെറ്റ് ചെയ്തേ. ഞാൻ അവളുടെ മുന്നിൽ യാചിക്കണമല്ലേ? യാചിക്കണം എന്നല്ല പറഞ്ഞേ. പാവ, അതിന് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതെന്തേലും തെറ്റ് ചെയ്തോ? നീ നിന്റെ മകനും കൂടെ തെറ്റ് ചെയ്തിട്ട് ഭാമെ അവൾക്ക് സപ്പോർട്ടുമായിട്ട് വന്നോണ്ടല്ലോ, അതും പറഞ്ഞ് ഭാമയെ കുറ്റപ്പെടുത്തുവാണ്. ഇതേ സമയത്ത് രേവതി ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടപ്പോ വർഷ പറഞ്ഞു, അല്ല ശരിക്കും പറഞ്ഞാൽ ആന്റി അല്ലേ ഇവിടെ തെറ്റ് ചെയ്തേ? ആന്റി ക്ഷമ ചോദിക്കണ്ടായിരുന്നോ? എന്നിട്ട് ക്ഷമ ചോദിക്കാതെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഒരുത്തൻ നിൽക്കുന്നു, ഇവനും കൂടെ കാരണമല്ലേ, എന്നിട്ട് വല്ല കുലുക്കുണ്ടോ നോക്ക് എന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു എന്ന് പറയണം. ആ സമയം ശ്രുതി ഇങ്ങനെ നോക്കുവാണ് സച്ചിനെയൊക്കെ. സച്ചി പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവൻ എത്രയാളും നന്നാവാൻ പോകുന്നില്ല. ഇവൻ എപ്പോഴും ഇവന്റെ കാര്യം മാത്രം, സ്വന്തം കാര്യം സിന്താബ എന്നൊരു ചിന്ത മാത്രമുള്ളവന്. അതുകൊണ്ടാണ് അവനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. അപ്പോഴേക്കും രേവതി കരയുവാണ്. നീ എന്തിനാ കരയണേ? ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. അമ്മ വെളിയിൽ വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ, അമ്മയ്ക്ക് എന്തേലും പറ്റിയോന്നൊക്കെ.
അമ്മ എന്നിട്ട് കണ്ടില്ലേ, അമ്മയ്ക്ക് നിന്നോട് എത്രമാത്രം മര്യാദ ഉണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, "ഹും, എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങൾ എത്രമാത്രം മര്യാദ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ അതിന് നാലിലൊന്ന് പോലും അവള് തിരിച്ചു കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ എനിക്ക് നാണക്കേട് തോന്നുന്നു. രേവതി പാവമായതുകൊണ്ട് രേവതിയുടെ കുടുംബത്തിലെ രേവതി നല്ല വിധത്തിനെ വളർത്തിവിട്ടെ, അതുകൊണ്ടാ രേവതി ഇങ്ങനെ. പക്ഷെ ഞാൻ ഒരുത്തനെ വളർത്തി ദേ നിൽക്കുന്നു. അവൻ കാരണം എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഗതികേടാ ഇപ്പൊ ഉണ്ടായിരിക്കുന്നേ. അല്ല, എന്നെങ്കിലും ഒരിക്കലും നിന്നെ കൊണ്ടൊരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോടാ?" അപ്പോഴേക്കും സുധി പറഞ്ഞു, "അച്ഛാ, എന്റെ അവസ്ഥ എന്തവസ്ഥയാടാ. നിന്നെപ്പോലെ തന്നെ വേറെ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. നിന്നെപ്പോലെ തന്നെ അവരെ ഞാനും വളർത്തിയതല്ലേ. ഇന്ന് വരെ മറ്റുള്ളവരുടെ മുതലെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നീ ഇങ്ങനെ പണം എടുത്തോണ്ട് ഓടിപ്പോന്നു. എന്തൊക്കെ പ്രവൃത്തികളാ ചെയ്യുന്നേ? എടാ, എന്നെങ്കിലും നീ ഒന്ന് നന്നാകുവോ? നീ ഒന്ന് നന്നാകുന്ന കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുമോ? അത് ഈ ജന്മത്തിലുണ്ടാവും തോന്നില്ല. നിനക്ക് സച്ചി പറഞ്ഞാൽ നിന്റെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. സ്വന്തമായിട്ട് നന്നാവണം, ഇങ്ങനെ അർമാദിച്ചങ്ങ് നടക്കണം, ആ ഒരു ചിന്ത മാത്രം നിന്റെ മനസ്സിൽ." രവീന്ദ്രൻ നല്ല കട്ടക്കലിപ്പായിരുന്നു. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, "അല്ലേലും നീ മാറാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നേ. ചന്ദ്രയുടെ സ്വഭാവം അപ്പടി കിട്ടിയിരിക്കുന്നല്ലേ." അപ്പോഴേക്കും സച്ചി പറഞ്ഞു, "കടലിലെ വെള്ളം മൊത്തം തേനായാലും ഇതേ ഇവന് സ്വഭാവോ അല്ലെങ്കിൽ ഇവനാ മാറാൻ പോകുന്നില്ല അച്ഛ. അതുപോലെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ നേരത്തെ അച്ഛന്റെ 50 ലക്ഷം എടുത്തോണ്ട് നീ പോയി. അന്ന് നീ പറഞ്ഞ എന്താ ചോദിച്ചു കഴിഞ്ഞപ്പോ അത് അച്ഛന്റെ പൈസയല്ലേന്ന്. പക്ഷെ ഇതെന്റെ ഭാര്യയുടെ സ്വർണ്ണമാ. എനിക്ക് തിരികെ കിട്ടിയാൽ മതിയാവുള്ളൂ. എനിക്ക് തിരികെ കിട്ടണമെന്ന് പറഞ്ഞു." അപ്പോഴേക്കും വർഷ പറഞ്ഞു, "അതിന് ആന്റി സ്വർണം കൊടുത്തല്ലോ, വള കൊടുത്തല്ലോ എന്ന് പറയണ. എവിടെ കൊടുത്തു? പിച്ച കൊടുക്കുന്ന പോലെ എറിഞ്ഞിട്ട് കൊടുത്ത് ദേഹത്തേക്ക്. ആർക്ക് വേണോ അത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവനാണ് എന്റെ ഭാര്യയുടെ സ്വർണം എടുത്തോണ്ട് പോയി വിറ്റത്. ഇവൻ തന്നെ എനിക്ക് തരണം. തന്നേ മതിയാവുള്ളൂ" പറഞ്ഞോണ്ട് സച്ചി വാശി പിടിച്ചു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, "ദേ അച്ഛന്റെ പണത്തില് നിനക്ക് അവകാശമുണ്ട്, സംഭവിച്ചു. പക്ഷെ സച്ചിയുടെ സ്വർണം അത് തിരികെ കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയണ." അപ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്തു, അവിടെ കിടന്ന് വളയൊക്കെ എടുത്തു. വള എടുത്തിട്ട് പറഞ്ഞു, "അതെ, ഈ വള ഞാൻ ആന്റിക്ക് തിരികെ കൊടുക്കാന്ന് പറയണം." അപ്പോഴേക്കും വർഷ പറഞ്ഞിട്ട് ചോദിച്ചു, "അല്ല, അതെങ്ങനെ ശരിയാവും?" അപ്പം രേവതി എടുത്തിന്റെ പണമോ അല്ലെങ്കിൽ സ്വർണോ എന്ന് ചോദിക്കണം. "അത് ഞാൻ തിരികെ കൊടുത്തോളാന്ന് പറയണ." ഇത് കേട്ടതും സച്ചി ശ്രുതിയെ ഒന്ന് നോക്കി. പിന്നീട് ശ്രുതി പറഞ്ഞു, "പണമൊക്കെ ഞാൻ കൊടുത്തോളാം." അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, "എപ്പ കൊടുക്കും, എങ്ങനെ കൊടുക്കും?" സച്ചി പറഞ്ഞു, "അങ്ങനെ തന്നെ ചോദിക്ക." ആ സമയം ശ്രുതി പറഞ്ഞു, "അതെനിക്ക് കുറച്ച് സമയം വേണം. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ കൊടുത്തോളാം." ആ സമയത്ത് സച്ചി പറഞ്ഞു, ശരി, പൗഡർ അമ്മ ആയതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇവനാ പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. സമയം തരാം, പക്ഷെ എനിക്കൊന്നെങ്കിൽ പണം കിട്ടണം, അല്ലെങ്കിൽ എന്റെ സ്വർണം കിട്ടണമെന്ന് പറയുകയാണ്. അങ്ങനെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ശ്രുതി കൊടുക്കാന്ന് പറയുകയും ചെയ്തല്ലോ. പിന്നീട് ശ്രുതി നേരെ വളയൊക്കെ ആയിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവാണ്. ആ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടെ സംസാരിക്കുകയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു രേവതിയോട്. ചന്ദ്രമതി പറഞ്ഞു, "എന്നെ കൊണ്ട് മാപ്പ് അറിയിക്കാനായിട്ടാ, അത് ഞാൻ ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു." അപ്പോഴാണ് കഥയും മുട്ടുന്ന കേട്ടെ. ഭാമ ഇന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പം ശ്രുതിയും കൂടെയാണ്. അങ്ങനെ ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, "ദേ ആന്റിയുടെ വളയിതാ. ഇതെന്തിനാ എടുത്തോണ്ട് വന്നേ? ഞാൻ ആ പൂക്കാരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാണല്ലോ അത്. ആന്റി, പണം ഞാൻ കൊടുത്തോളാം. കാരണം സുധിയല്ലേ ആ സ്വർണം കൊണ്ട് വിറ്റ്. പണം ഞങ്ങൾ കൊടുത്തോളാന്ന് പറയണം. ഇത് ഞാൻ അലമാരിക്കകത്ത് വെക്കാന്ന് പറഞ്ഞോണ്ട് അലമാരിക്കകത്ത് കൊണ്ട് വെക്കണം." അപ്പോഴേക്ക് സുധി ചന്ദ്രയുടെ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, "അമ്മ എന്നോട് ക്ഷമിക്കമേ. ഞാൻ കാരണമല്ലേ അമ്മയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ." "അതേടാ, നീ കാരണം എനിക്ക് ഓരോ ദിവസം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് മാറും നാളെ മാറും എന്ന് ഓർത്തിട്ട് അത് മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്താടാ നീ ഇങ്ങനെ? അമ്മേ, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ?" അപ്പോഴേക്കും ബാമ പറഞ്ഞു, "വലിയ വിദ്യാഭ്യാസം കൊണ്ട് വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തൊക്കെയോ സുധി കാണിച്ചു കൂട്ടി വെച്ചേ. ഇത്രയ്ക്ക് ബോധമില്ലാത്തവനായി പോയല്ലോ. നിന്നെ പഠിച്ചോണ്ട് അവന്മാര് പോയില്ലേ. പിന്നെ അങ്ങനൊന്നും പറയരുത് ആന്റി. എനിക്ക് നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്." "വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തിരെങ്കിലും വിവരം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. നിന്നെ പഠിച്ചിട്ട് അവന്മാര് പണം കൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ടിപ്പോ എന്തായി? ഒരു കാര്യം ഞാൻ പറയാം. ഇതിനു മുമ്പ് ചന്ദ്രൻ, രവിയേട്ടൻ നിന്നെ തല്ലാനായിട്ട് കൈ ഓങ്ങിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ മിണ്ടാതെ ഇരുന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യത്തെ സംഭവ. നീ പോയി മിണ്ടിയില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നെന്ന്." അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, "മിണ്ടണ്ട, എന്നോട് ആരും മിണ്ടണ്ടാന്ന് പറഞ്ഞു." "ഇത് ചന്ദ്രെ, നീ വാശി പിടിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെയാ പോകുന്നേ, വേറെ ആർക്കുമല്ല. അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം." അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അമ്മ പോയി അച്ഛനോട് മിണ്ടാൻ പറയാണ്." പക്ഷെ ചന്ദ്രമതി അടുത്തില്ല. ചന്ദ്രമതി പറഞ്ഞു, "ഞാൻ അങ്ങനെ മിണ്ടാനൊന്നും പോകുന്നില്ല. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വട്ടെ" എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി കുളിക്കാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബാക്കിയുള്ളവർ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ നിധിയുടെ സുധീഷിന്റെ നാളത്തെ വിശേഷങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പൊ മറക്കാതെ അതും കൂടെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു.